മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും വെല്ലുവിളിച്ച് ചെറുതല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന PV അൻവർ MLA-ക്കെതിരെ കരുതലോടെ നീങ്ങാൻ CPM നേതൃത്വത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രതികരണം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മതക്കാർഡ് പുറത്തെടുത്താണ് PV അൻവർ കളിക്കുന്നത് എന്നുള്ളത് കൃത്യമായി CPM മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ താൻ അഴിമതി വിരുദ്ധനാണെന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ച PV അൻവർ പിന്നീടാകട്ടെ CPM-മായി അകലുകയും താനൊരു മതത്തിന്റെ പ്രതിനിധിയായതുകൊണ്ട് ഒരു മതക്കാരനായതുകൊണ്ട് തന്നെ CPM തഴയുകയായിരുന്നു ചെയ്തതെന്നുമുള്ള ഇരവാദമാണ് ഉയർത്തിയത്. പിന്നീട് കൂടുതൽ മതധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൃത്യമായി നടത്തി. ഇത് CPM കൃത്യമായി ബോധ്യമാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് PV അൻവർ ഇത്തരത്തിലുള്ള മതത്തെ കൂട്ടുപിടിച്ചുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കാര്യം വ്യക്തമാണ്. PV അൻവർ ഇപ്പോൾ ഒരു ഇരവാദമാണ് ഉയർത്തുന്നത്. ന്യൂനപക്ഷമായതുകൊണ്ട്, മുസ്ലിം സമുദായമായതുകൊണ്ട് തന്നെ വേട്ടയാടുന്നു, CPM തന്നെ ഒറ്റപ്പെടുത്തുന്നു, മലപ്പുറം ജില്ലാ സെക്രട്ടറി അടക്കം തന്നെ ഒഴിവാക്കുന്നു, തന്നെ മാറ്റി നിർത്തുന്നു, തന്നെ പുറത്താക്കുന്നു. അത് താൻ മുസ്ലിം സമുദായത്തിന്റെ അംഗമായതുകൊണ്ട് മാത്രമാണ്. ഇത് കഴിഞ്ഞ ഒരാഴ്ച കാലത്തിന് ഇങ്ങോട്ടാണ് PV അൻവറിന് ഈ ബോധോദയം ഉണ്ടായത്, തിരിച്ചറിവുണ്ടായത്. കഴിഞ്ഞ എത്രയോ വർഷക്കാലം CPM-നൊപ്പം ചേർന്ന് നിന്ന് പല പോരാട്ടങ്ങളെയും നയിച്ചപ്പോഴൊന്നും PV അൻവറിന് താൻ പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണെന്നും ഒരു മുസ്ലിം സമുദായ അംഗമായതുകൊണ്ട് തന്നെ പാർട്ടി മാറ്റി നിർത്തുകയാണെന്നും തോന്നിയിട്ടില്ല. ഇവിടെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, തൻ്റെ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ, ആ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ പറയുന്നത് പോലെ മുൻകാലത്തെ പോലെ യേശുന്നില്ല എന്ന് മനസ്സിലാക്കുകയും പിന്നീടൊരു കലഹം ബോധപൂർവം ഉണ്ടാക്കി ഇടതുപക്ഷത്ത് നിന്ന് പുറത്തു പോവുകയും ചെയ്യുക എന്ന അജണ്ട നടപ്പാക്കിയ ശേഷമാണ് PV അൻവർ തൻ്റെ മതത്തിനോടുള്ള തൻ്റെ കൂറ് പ്രകടിപ്പിക്കുന്നത്. അത് മാത്രവുമല്ല, CPM-ന്റെ ന്യൂനപക്ഷ വിരോധത്തെ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോഴാണ്. അതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞത്. ADGP RSS ബന്ധം വിവാദമാക്കി കൊണ്ടുവന്നതിന് പിന്നിൽ സർക്കാരിനെതിരെ ന്യൂനപക്ഷങ്ങളെ തിരിച്ചുവിടാൻ, സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാൻ, ന്യൂനപക്ഷങ്ങളുടെ വോട്ടു സമാഹരിക്കാൻ, വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഗൗരവത്തോടു കൂടി പിണറായി പറയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കള്ളക്കടത്തുകാർക്കെതിരെയും സ്വർണ്ണക്കടത്തുകാർക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ച സർക്കാരാണ്. ആ സർക്കാരിനെതിരെയാണ് അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടൊരു MLA വരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നേരത്തെ പിണറായി പറഞ്ഞതോടെ ചേർത്ത് വായിക്കണം. PV അൻവറിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് ലോബിയാണോ എന്ന ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി മാത്രമായിരുന്നു പിണറായിയുടെ ഭാഗത്തുണ്ടായത്. അതാരാണ് പിന്നിലെന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് പിണറായി മറുപടിയായി ചോദിച്ചത്. അപ്പോൾ പിണറായി ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത് കള്ളക്കടത്തുകാർക്ക് സ്വർണ്ണക്കടത്തുകാരുടെ പിന്തുണ ആർക്കാണ്? സ്വർണ്ണക്കടത്തുകാരെയും കള്ളക്കടത്തുകാരെയും പിടികൂടിയ സർക്കാരാണ്. ആ പിടികൂടിയ സർക്കാരിനെതിരെ, പിടികൂടിയ ഉദ്യോഗസ്ഥനെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ആരെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ്, ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഇത് പിണറായി കൃത്യമായി പറയുന്നു. അപ്പോൾ CPM-ന്റെ പ്രഖ്യാപിത നിലപാട് പുറത്തു വന്നിരിക്കുന്നു. PV അൻവർ ഈ കളിക്കുന്നത് മതരാഷ്ട്രീയമാണ്. PV അൻവർ മുസ്ലിം രാഷ്ട്രീയം കളിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ കളിക്കുകയാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അടർത്തി മാറ്റാനുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PV അൻവർ ഇത്തരം ആരോപണം സർക്കാരിനെതിരെ ഉന്നയിച്ചത്. പിണറായി വ്യക്തമായി തന്നെ പറയുന്നു. അതിന് ചില സാധൂകരിക്കുന്ന തെളിവുകളും പിണറായി പറയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 150 കിലോഗ്രാം സ്വർണ്ണമാണ്, കടത്തു സ്വർണ്ണമാണ് സർക്കാർ പിടികൂടിയത്. 123 കോടി രൂപയുടെ ഹവാല പണവും പിടികൂടി. ഈ സ്വർണവും ഹവാല പണവും ഒക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ തടയാൻ മുൻകൈയെടുത്ത ഒരു സർക്കാർ, ആ സർക്കാരിലെ ഒരു ADGP, ആ ADGP-യെയും സർക്കാരിനെയും കരിവാരിത്തേക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ADGP-യുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ സ്വർണ്ണക്കടത്ത് തടയുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനും മതന്യൂനപക്ഷങ്ങളെ LDF-ൽ നിന്ന് അകറ്റാൻ ലക്ഷ്യമിട്ടതാണെന്നും പിണറായി വ്യക്തമാക്കുന്നു. അപ്പോൾ PV അൻവറിന്റെ ലക്ഷ്യം എന്താണെന്ന് പിണറായി കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. സർക്കാരുമായി അടുത്തു നിൽക്കുന്ന
മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സർക്കാരിൽ നിന്നും അകറ്റുക. മതതീവ്രവാദത്തിനും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കുമായി നടക്കുന്ന ഹവാലാപ്പണ ഇടപാടുകളും സ്വർണ്ണക്കടത്തും തടയുന്ന സർക്കാരിനെ ആ പ്രവർത്തനത്തിൽ നിന്ന് തടയുക. അതായത് മതതീവ്രവാദത്തിന് വേണ്ടി ഇവ ഒക്കെ യഥേഷ്ടം നടക്കാനുള്ള സാഹചര്യം ഒരുക്കുക. ഇതാണ് ഈ അൻവർ ലക്ഷ്യമിടുന്നതെന്ന് പിണറായി വിജയൻ പറയാതെ പറയുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ന്യൂനപക്ഷങ്ങൾ UDF-നൊപ്പമായിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം. മലപ്പുറത്താകട്ടെ, കോഴിക്കോടാകട്ടെ, അതുപോലെയുള്ള പ്രദേശങ്ങളിലാകട്ടെ മുസ്ലിം സമുദായത്തിൻ്റെ പരിപൂർണമായ പിന്തുണ UDF-നൊപ്പമായിരുന്നു, അല്ലെങ്കിൽ ലീഗിനൊപ്പമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളായി മുസ്ലിം സമുദായം മാറി ചിന്തിച്ചിരിക്കുന്നു. അവർ LDF-ന് പിന്നിൽ ശക്തമായി അണിനിരക്കുകയാണ്. ഇതിൽ വിറളി പൂണ്ട ചില ആളുകളാണ് മതന്യൂനപക്ഷങ്ങളെ LDF-ൽ നിന്ന് അകറ്റുന്നതിനുള്ള കുബുദ്ധി തയ്യാറാക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് തന്നെയാണ് അന്വേഷണം നടത്തിയത്. അപ്പോൾ ഒരു MLA ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ സർക്കാർ തള്ളിക്കളയുകയായിരുന്നില്ല. സർക്കാർ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം നടത്തുകയാണ് ചെയ്തത്. എന്നാൽ വീണ്ടും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ ഭരണകൂടത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന ചില ആക്ഷേപങ്ങളുമായി ഒരാൾ രംഗത്തെത്തുമ്പോൾ അതിന് പിന്നിലെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണെന്നും പിണറായി വിജയൻ പറയുന്നു. ചുരുക്കം ഇതാണ്, പിണറായി വിജയനും LDF-ഉം PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. PV അൻവർ ആകട്ടെ തനിക്കിപ്പോൾ കിട്ടുന്ന ഒരു ജനകീയ പിന്തുണ, ആ ജനകീയ പിന്തുണ തനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നും താൻ ഒരു വലിയ സംഭവമാണെന്നും താൻ സർക്കാരിനെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള ആളെന്നുമുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോവുകയാണ്. 140 മണ്ഡലങ്ങളിലും തനിക്ക് പിൻഗാമികളുണ്ട്. കൂടുതൽ പൊതുയോഗങ്ങൾ നടത്തും. കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം 1.2 ദശലക്ഷം ആളുകൾ തൻ്റെ സന്ദേശത്തിന് പ്രതികരിച്ചു. അതിൽ 90% വളരെ പോസിറ്റീവായ പ്രതികരണങ്ങളായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതുമാത്രവുമല്ല, ഒരു പടി കൂടി കടന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വെളിവില്ലേ എന്ന് വരെ ഇന്ന് PV അൻവർ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ, താൻ ADGP-ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടിയാണ് PV അൻവറിനെ പ്രകോപിപ്പിച്ചത്. അതായത് മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടാണ് ADGP RSS ബന്ധം PV അൻവർ മെനഞ്ഞെടുത്തതെന്നായിരുന്നു പിണറായി വിജയന്റെ ആക്ഷേപം. ആ ആക്ഷേപത്തിനാണ് അതിരൂക്ഷമായ മറുപടി PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ PV അൻവറിന്റെ നീക്കങ്ങളെ കരുതലോടെ കാണുകയാണ് CPM. PV അൻവറിനെതിരെ വരും ദിവസങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. PV അൻവറിനെതിരെ കേന്ദ്ര അന്വേഷണവും ഈ സാഹചര്യത്തിൽ ഉണ്ടായാലും അത്ഭുതപ്പെടുത്താനില്ല. സംസ്ഥാന സർക്കാർ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും PV അൻവറിനെതിരെ ADGP MR അജിത് കുമാർ ഉന്നയിച്ച ആരോപണങ്ങളിലും ശക്തമായ അന്വേഷണം തന്നെ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയതും ഈ പശ്ചാത്തലത്തിലാണ്.